ഹായ് ഫ്രണ്ട്സ് ടു ചേട്ടനിക്ക് മാരേജ് ഡിസംബർ 7 വന്നിട്ടുണ്ട്. അവർ മമ്മി വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടക്ക് മാരേജ്, ഇന്ത്യസ് മാരേജ് എല്ലാവരും വന്നിട്ടുണ്ട് മാരേജക്ക്. ആ പെൺകൂടെ മാരേജ് ഡിസംബർ ലാസ്റ്റ് മാരേജ് ഹീറോ ഗുഡുഗുഡോടി വന്നായിരുന്നു. അങ്ങനെ ഡിസംബർ വേറെ ഹീറോയിനെ നോക്കാൻ തുടങ്ങി. അവർ മൊത്തം ഫ്ലാറ്റായി പോയി. വാവ്, എത്ര ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരു സൈറ്റ് അടിക്കായിരുന്നു. അയ്യോ ഇവർ ചെറിയ കുട്ടിയാണ്, ഇവളെ നമ്മൾ നോക്കി ശരിയാവാൻ മെമ്പർ കണ്ട കഥയായിരുന്നു ഇത്. ഹീറോയിൻ്റെ ചേട്ടൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ശരി, ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ അനിയത്തിനോട് പിടിക്കാൻ തുടങ്ങിയാൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞവിടെ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനിക്കും മാരേജ് നന്നായിട്ട് അങ്ങനെ ഇന്ത്യയിൽ ഫുൾ ഇതായി. അങ്ങനെ ചേട്ടൻ പറയാൻ തുടങ്ങി, അമ്മ നിങ്ങൾ കൊറിയയിൽ വന്ന് സെറ്റിൽ ആവില്ല അമ്മ എന്ന് പറഞ്ഞിരുന്നു. ഏട്ടാ അത് ഇപ്പം എങ്ങനെടാ ഇത് ചെയ്യാൻ പറ്റും, ഇതേ ഗ്രാമം പറഞ്ഞാൽ. ശരി അമ്മച്ച എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർ ഫുൾ കൊറിയക്ക് പോയി. ഡിസംബർ ഇങ്ങനെയുണ്ട്. പിന്നെ ആ കൊറിയക്കും വന്നിരുന്നു. കൊറിയ സൈസ് മാരേജ് ആയി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ കുറച്ച് നാൾ നിന്നു. പിന്നെ അവർ ഇന്ത്യക്ക് വന്നു. അങ്ങനെയായിട്ട് എൻജോയ് കുറേ ഡേയ്സ് കഴിഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനക്ക് ബേബി ജനിച്ചു. ട്വിൻസാണ്. ഫസ്റ്റ് ബോയ് ഗേൾ ബേബി. അങ്ങനെ ഔത്ത് വീട്ടിൽ അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ വീട്ടിൽ വന്നായിരുന്നു. പിന്നെ ഇങ്ങനെ കൊറിയയിൽ ഇതുണ്ട്. അങ്ങനെയായിട്ട് പെൻഷനും കഴിഞ്ഞല്ലോ. ഷവർ കുട്ടിക്ക് ചെയ്തു. പിന്നെ ഒരു ഡേയ്സ് ബേബി കുറച്ച് വളർന്നു. അങ്ങനെ ചേട്ടനോട് ആശക്കായിരുന്നു. അങ്ങനെയായിട്ട് ചേട്ടനോട് സംസാരിക്കായിരുന്നു. പിന്നെ കമ്പനിക്ക് ഒരു ആക്ടർ വന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആക്ടർ പറഞ്ഞാൽ ഹീറോയിൻ്റെ ചേച്ചീനെ കുറുകുറു നോക്കായിരുന്നു. ഹീറോയിൻ്റെ ഫസ്റ്റ് ചേച്ചീനെ കുറുകുറു നോക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ആ ആക്ടറിനെ കുറിച്ച് ഇങ്ങനെ ഫുൾ ഫോളോ ചെയ്തു. ആക്ടർ നല്ല ബോയാണ്. അങ്ങനെ ഹീറോയിൻ്റെ ചേച്ചീനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്ടറെ സംസാരിക്കും ഇത് അങ്ങനെയായിട്ട് ചോദിച്ചായിരുന്നു. അങ്ങനെ പിടിക്കും. ശരി, വീട്ടിൽ വന്ന് ചോദിച്ചു പറഞ്ഞു. അത് മാത്രമേ. പിന്നെ രണ്ടാമത്തെ ചേച്ചിക്ക് ബിസിനസ് മാൻ. ആ ചെക്കനക്ക് ഹീറോയിൻ്റെ ചേച്ചി ബിസിനസ് മാൻ. അത് മാത്രമല്ല ആക്ടറാണ്. രണ്ടുപേരും ആക്ടറാണ്. അവർക്ക് രണ്ടുപേർ ഹീറോയിൻ ചേച്ചി അവരുടെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ആക്ടർ പറഞ്ഞ ആടലാണ്. രണ്ടാമത്തെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് അതിനായിട്ട് ഓക്കെയാണ്. രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് ഇന്ത്യയിൽ വന്ന് എൻഗേജ്മെൻറ്റ് ചെയ്യിച്ച് അതിനായിട്ട് ഈ ഡേയ്സിൽ വെക്കാന്ന്. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ് നടക്കാൻ പോകുന്നു. ഇപ്പോൾ ഹീറോയിൻ ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. ഹീറോയിൻ ചേച്ചിക്ക് അതെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി ചെയ്തായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇയറാണ്. ഹീറോയിൻ പറയുന്നത്, ചേച്ചി നിങ്ങൾ മാരേജ് ആണോ? അതെ. അങ്ങനെയായിട്ട് മാരേജ് ഹീറോയിൻ ജോലിയായിട്ട് മാരേജ് ഇന്ത്യ ഫസ്റ്റ് മാരേജ് ആയി. പിന്നെ കൊറിയ മാരേജ്. അങ്ങനെ ഹീറോയിൻ ചേച്ചിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ നെക്സ്റ്റ് ഇപ്പോൾ +2 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തത് അത്രയോ ഹീറോയിൻ. ഹീറോയിൻ ചേച്ചി മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ രണ്ടുപേരും കൊറിയയിൽ സെറ്റിലായി. ഹീറോയിൻ പറയുന്നത്, അമ്മ അവർ രണ്ടുപേരും കൊറിയയിൽ സെറ്റായി, ഞാനിവിടെ നിന്ന് സെറ്റിലാകാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. അർജുന് പറയായിരുന്നു, സാറില്ല മോനെ എനിക്ക് നോക്കുക എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മുമ്പ് ഹീറോയിനെ നോക്കുമായിരുന്നു മാരേജ്. അപ്പോൾ ഹീറോയിനാണ്ട് അവർക്ക് പിടിച്ചായിരുന്നു. എന്ത് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ പിന്നെ ഒരു ബോയ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ കറക്റ്റ് ചെയ്തെന്ന്. എന്നാൽ മുമ്പ് ശരി, ഓക്കെ, അവൾ മാരേജ് ചോള എന്നവർ ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ അവർ സാഡായിരുന്നു. അവരൊന്നും ഷൂട്ടിങ് നേരെ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇത് അവർക്കറിഞ്ഞു ഹീറോയിൻ്റെ ചേട്ടന് എന്ത് പറ്റും ബാസ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കഷ്ടം ആണല്ലോ. അത് സാഡായിട്ട് പറയാൻ തുടങ്ങി. ഇത് ഹീറോയിൻ്റെ ചേട്ടനിക്ക് സാഡായിരുന്നു. എന്താടാ ചെയ്യാം, ഞങ്ങൾക്ക് 7 പേർ പിടിച്ചു, അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക അതറിയാലോ. സാഡായിരുന്നു. എന്നാൽ ഹീറോയിൻ്റെ ചേട്ടൻ ഓർക്കായിരുന്നു, ഓ ഓക്കെ ഇവർ അത് മറന്നുപോയി, ശരി ഓക്കെ വേറെ പ്ലാൻ ചെയ്യാം. അങ്ങനെ മുമ്പ് അങ്ങനെ മാരേജ് ചോള എന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ റൂം വരെ ചെയ്താൽ ഇങ്ങനെ ഹീറോയ്ക്കും മാരേജ്. ഹീറോയിൻ പറഞ്ഞു മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഹീറോയ്ക്ക് ഫോഴ്സ്. അങ്ങനെ 7 പേർക്ക് ഹീറോയ്ക്ക് മാരേജ് ആയി. ഹീറോയിൻ മുറക്കായിരുന്നു ചേട്ടനെ. സാറില്ലമ്മ, അവർക്ക് നിന്നെ പിടിക്കും, അതായത് അവർ നേരെ ഇത് ചെയ്യുന്നില്ലമ്മ എന്ന് പറഞ്ഞു ഹീറോയിൻ. ശരി ഓക്കെ എന്ന് മുറച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്തായിരുന്നു. കൊറിയയിൽ നിന്ന് ഹീറോയിൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ ഇന്ത്യയിൽ വന്ന് കൊറിയയിൽ സെറ്റായി. അങ്ങനെ അവർക്ക് അവിടെ കുട്ടികളെ ഇത് വിരിച്ച് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവർ കൊറിയയിൽ സെറ്റായി അമ്മയും അച്ഛനും. നന്നായിട്ടും ഇതൊരു കുടുംബ വീടാണ്. ഈ വീടിൽ നോക്കുന്ന ഒരാളാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു ഹീറോയിൻ്റെ അമ്മേൻ്റെ ഹീറോയിൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് ഇവിടെ നോക്കുന്നത്. ഈ വീട് നോക്കിക്കോ, ക്ലീനായാലും നോക്കിക്കോ എന്ന് പറഞ്ഞായിരുന്നു. അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ വീട് നന്നായിട്ട് അവർ ശ്രദ്ധിക്കുമായിരുന്നു. വീട്ടിൽ ഇവർ താക്കോൽ അവരെ പോയിരുന്നു. വീട് ക്ലീൻ ചെയ്ത് വരുമായിരുന്നു. അവർ കയ്യിൽ കഴുകി
ഞങ്ങളിവിടെ വന്ന് ശരി ഓക്കെ ആയിരുന്നു ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്കും അവരെ പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയിൻ്റെ ചേച്ചിക്കും ബേബീസും ഉണ്ട്. അത് അവർക്ക് ഇപ്പോൾ 3 പെണ്ണ്. അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനക്ക് ഇപ്പോൾ 4 കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ പഠിച്ചതെല്ലാം കഴിഞ്ഞ് ഗ്രാജുവേറ്റായി. ഹീറോയിൻ ഗ്രാജുവേറ്റ് ഹാപ്പിയിലെ സന്തോഷത്തിൽ ഇതാക്കായിരുന്നു. അങ്ങനെ ഗ്രാജുവേറ്റായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും സംസാരിക്കുക. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ജോലിയായിട്ട് സംസാരിക്കായിരുന്നു. അങ്ങനെ ഹോമിച്ച് ഹീറോയിൻ ബുദ്ധൊന്നും മയങ്ങി വീണു. അതല്ല ഹീറോയിൻ്റെ ചേട്ടൻ എന്ത് പറ്റി ഹീറോയിൻ അമ്മ വന്ന് നോക്കും. കൈ വെച്ച് നോക്കുക. അവർക്ക് മനസ്സിലായി ശരി ഹോസ്പിറ്റലിൽ പോവാം. അവർ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കുമ്പോൾ കൺഗ്രാറ്റ്സ് പറഞ്ഞായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ അമ്മ പറഞ്ഞത് ശരിയാണ്, അഡ്മിറ്റാണ് പറഞ്ഞായിരുന്നു. അവർ ഇതുവഴി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അമ്മ പറഞ്ഞത്. സംഭവം നേരെ അതിന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ജോലിയിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച്. അവർക്ക് ഷോക്കായിരുന്നു. അതെ 1 2 ബേബീസ് അല്ല 8 ബേബീസ്. ഹീറോയിൻ ഫ്ലാറ്റ് അങ്ങനെ ഹീറോയിന്മാരെ ഇങ്ങനെ വീഡിയോസ് 7 പേര് നല്ല കെയറിങ് ചെയ്തിരുന്നു. 7 ബോയ്സ് ബേബി 1 ഗേൾ ബേബിയാണ്. അങ്ങനെ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ട് ജോലിയായിട്ട് ഹീറോയിനെ ശ്രദ്ധിക്കായിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിൻ്റെ ബേബി വളർന്നുള്ള ഇപ്പോൾ 6 വയസ്സായി. അമ്മ നോക്ക് ചേട്ടനക്ക് ബനാന ജ്യൂസ് തരില്ല അമ്മ നോക്ക് എന്ന് പറയുന്ന ഗേൾ പറയുന്നു. ബീച്ച് അങ്ങനെയായിട്ട് പറയുമായിരുന്നു. അങ്ങനെ 2 ചേട്ടന്മാർ ജ്യൂസ് വരുന്നില്ല. ഒരു ചേട്ടൻ സ്ട്രോബെറി ജ്യൂസ് തരുന്നു, ഒരു ചേട്ടൻ ബനാന ജ്യൂസ് തരുന്നു അമ്മ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഷോക്കായിരുന്നു. എന്താ ജ്യൂസാ? അതെ എല്ലാവരും നോക്കും. 7 ബേബീസ് ഊറുന്നു കുർത്ത കിടക്കുക. ഒരു ബേബീസ് അതാ ഷുഗറിൻ്റെ ബേബി നന്നായിട്ട് ഉറങ്ങായിരുന്നു. 6ാമത്തെ ബേബി പഠിക്കുകയാണ്. 6ാമത്തെ ബേബി പഠിച്ചുകൊണ്ടുള്ളത്. ഇവരൊക്കെ പഠിപ്പ് അങ്ങനെയായിട്ട് ജിമ്മിൻ്റെ ബേബി പാഞ്ഞ് ഓടി കളിക്കായിരുന്നു. എന്തൊരവസ്ഥ. ജമ്പ് ബേബി ഇവനെന്താ ചെയ്യുക? ഗുസ്തി എടുക്കുന്നു ഡാഡി കൂടെ ഗുസ്തി. അതെ ബോക്സിങ് അത് പഠിക്കായിരുന്നു. തലയിട്ട് ജിന്നിൻ്റെ ബേബി